മുതലപ്പുഴയിൽ കായലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി അഞ്ചുതെങ്ങ പുത്തൻമണ്ണ് വാടയിൽ വീട്ടിൽ പ്രവീൺ എന്ന് വിളിക്കുന്ന തോമസ് ആണ് മരിച്ചത്. മുതലപ്പുഴ താഴമ്പള്ളി ലേല ഹാളിന് സമീപം കായലിൽ മത്സ്യത്തൊഴിലാളികൾ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ പ്രവീണിനെ കായലിൽ വീണ് കാണാതായത്. ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അവന്തിക. ഷീജ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കായലിൽ വീണ് കാണാതായ പ്രവീണിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ മുതലപ്പുഴയിൽ. നമുക്കറിയാം, ഈ 12 ദിവസമായിട്ടും കാണാതായ ജോൺ ഉൾപ്പെടെയുള്ളവരുടെ തെരച്ചിൽ ഇന്നും തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ മുഖ്യമന്ത്രി നീണ്ടകരയിൽ ഗൗതം കൃഷ്ണയുടെ വീട് സന്ദർശിച്ചിരുന്നു. മുതലപ്പുഴ വിഴിഞ്ഞത്ത് ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ജോണിൻ്റെ വീട് സന്ദർശിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് ഇവരുടെ കുടുംബത്തെ സന്ദർശിക്കുകയുണ്ടായി. ഇന്ന് എങ്ങനെയാണ് അവരുടെ തിരച്ചിൽ കൂടി പുരോഗമിക്കുന്നത്? അവന്തിക്ക് ഏതായാലും നിലവിൽ കഴിഞ്ഞ ദിവസം കാണാതായ, അതായത് പ്രവീണിൻ്റെ ഇന്നലെ വൈകുന്നേരം 5:30 പ്രവീണിൻ്റെ കാണാതാകുന്നത്. അത് സംഭവിക്കുന്നത് ലേലഹാളിന് സമീപത്തായി, അതായത് താഴമ്പള്ളി ലേലഹാളിന് സമീപത്തായി മത്സ്യവിൽപ്പനയ്ക്ക് ശേഷം വള്ളം വൃത്തിയാക്കുകയായിരുന്നു. അതിനിടയിൽ അദ്ദേഹത്തിന് ഫിറ്റ്സ് വന്ന് കായലിലേക്ക് വീഴുകയായിരുന്നു. ആ സമയം തന്നെ അവർ തിരച്ചിൽ നടത്തിയെങ്കിൽ പോലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് സ്കൂബ ടീം അടക്കം എത്തിയാണ് ഇന്ന് രാവിലെയോടുകൂടി ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും നിലവിലിപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടുനൽകും കുടുംബത്തിന് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. പക്ഷേ പ്രവീണിൻ്റെ കേസിൽ സംഭവിച്ചതല്ല ഈ പറയുന്നത് പോലെ തന്നെ ജോണിൻ്റെ കാര്യത്തിലാണെങ്കിലും ഷിജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗൗതം കൃഷ്ണയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. കാരണം അവരുടെയൊക്കെ 31-ാം തീയതി രാത്രിയോടുകൂടി രാത്രി 8 മണിക്ക് കാണാതായതാണ് ഈ ജോണിനെ ആണെങ്കിലും, അതായത് വിഴിഞ്ഞം പുല്ലുവിള സ്വദേശിയായിട്ടുള്ള ജോണിനെ ആണെങ്കിലും, അല്ലെങ്കിൽ ഈ മുതലപ്പുഴയ്ക്ക് സമീപം അഞ്ചുതെങ്ങ് സ്വദേശിയായിട്ടുള്ള ഷിജിനെ ആണെങ്കിലും കാണാതായത്. ആദ്യഘട്ടം മുതൽ തന്നെ തെരച്ചിൽ ഒട്ടും ഊർജിതമായിരുന്നില്ല എന്നുള്ളൊരു പരാതി അത് ഇവരുടെ കുടുംബങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. സർക്കാരിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമടക്കം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമാണത്. കാരണം ആ രീതിയിൽ ഒരു ക്രിയാത്മകമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് തീരമേഖലയിൽ ഉണ്ടായിരുന്നവർ ആകെ ഉന്നയിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ അവരെ ഏറെ സങ്കടത്തിലാക്കിയത് സർക്കാർ പ്രതിനിധികൾ എന്ന രീതിയിൽ പ്രത്യേകിച്ചും ആ വകുപ്പിന്റെ മന്ത്രി ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതായിരുന്നു വലിയ വിമർശനം. അതിനെതിരെ ശക്തിപ്പെട്ട ഒരു സാഹചര്യത്തിൽ ലത്തീൻ അതിരൂപതയടക്കം കർശനമായ രീതിയിൽ ഇനി പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമെന്ന് പ്രഖ്യാപിച്ചൊരു ഘട്ടത്തിൽ മാത്രമാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ആഭ്യന്തര മന്ത്രിയും ഫിഷറീസ് വകുപ്പ് മന്ത്രി അല്ലാതെ ഇവിടേക്ക് എത്തിയിട്ടേ ഇല്ല. ആഭ്യന്തരമന്ത്രിക്കൊപ്പമാണ് മറ്റാരെയും അറിയിക്കാതെ ഇന്നലെ ഈ ഷിജിന്റെ കുടുംബത്തെയും അതോടൊപ്പം തന്നെ പുല്ലുവിള ജോണിന്റെ കുടുംബത്തെയും സന്ദർശിക്കുന്നതിന് വേണ്ടി എത്തിയത്. തെരച്ചിൽ ഊർജിതമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ആ രീതിയിൽ ഇപ്പോഴും മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ അതാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളത് പ്രതിപക്ഷ നേതാവും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ആ രീതിയിൽ ഒരു തെരച്ചിലിലേക്ക് കടക്കാൻ ഇനിയെങ്കിലും സർക്കാർ തയ്യാറാകണം എന്നുള്ളൊരാവശ്യമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിലവിലെ ഏതായാലും തെരച്ചിൽ ഇന്നിപ്പോൾ ഇതുവരെയായി ആരംഭിച്ചിട്ടില്ല മുതലപ്പുഴയിൽ. ഇനിയിപ്പോൾ കുറച്ചുകൂടി കാലാവസ്ഥ മെച്ചപ്പെട്ടതിനു ശേഷം മാത്രമായിരിക്കും ആരംഭിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഈ ദിവസത്തെ തെരച്ചിലെങ്കിലും അവരെ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറെ നിർണായകമാകുന്നത്. കാരണം ആ രീതിയിൽ ആ കുടുംബങ്ങൾ ഒന്നടങ്കം ആ ഒരു സങ്കടത്തിലാണ്. അതോടൊപ്പം തന്നെയാണ് ഈ തുടക്കത്തിൽ കൃത്യമായ രീതിയിൽ തെരച്ചിൽ നടന്നിരുന്നെങ്കിൽ അവരെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്നുള്ളൊരു കാര്യവും ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും തെരച്ചിൽ ഇന്നും തുടരും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ സാധിക്കുക. അവന്തിക.
ഷീജ, ഈ ജോൺ അടക്കമുള്ളവരെ കാണാതായിട്ട് ഇന്നേക്ക് 12 ദിവസമാകുന്നു. ഇന്നലെ 11ാമത്തെ ദിവസമാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഈ കുടുംബത്തെ സന്ദർശിക്കുന്നത്. അതായത് ഇത്രയും ദിവസം ഇങ്ങനെയൊരു ഫിഷറീസ് വകുപ്പും അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. തെരച്ചിൽ മന്ദഗതിയിലായിരുന്നു. ഇന്നലെ ഇവർ അവിടെ എത്തിയപ്പോഴും ഈ ജോണിൻ്റെ മകൾ വ്യക്തമാക്കിയൊരു കാര്യമുണ്ടായിരുന്നു. അവർ ആവശ്യപ്പെട്ടിരുന്നത് റെസ്ക്യൂ ആണ്, തെരച്ചിലല്ല. ആദ്യഘട്ടത്ത് ആ ഗോൾഡൻ ടൈമിൽ അവർ ആവശ്യപ്പെട്ടിരുന്നത് റെസ്ക്യൂ ആണ്. പക്ഷേ അത് നടന്നില്ല. അതൊരു പക്ഷേ നടന്നിരുന്നെങ്കിൽ ഇന്ന് ജോണിനെ ഉൾപ്പെടെയുള്ളവരെ ഒരുപക്ഷെ ജീവനോടെ കിട്ടുമായിരുന്നു. രണ്ടാമത് അവരുടെ മകൾ സൂചിപ്പിച്ച ഒരു കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രി നടത്തിയ പരാമർശം നിലവിലേതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഈ പറയുന്നത് പോലെ തന്നെയാണ്. ഇന്നിപ്പോൾ 12ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് തെരച്ചിൽ. 11 ദിവസം വരെയും 11ാം ദിവസത്തിൽ മാത്രമാണ് ആ വകുപ്പിന്, അതായത് ഫിഷറീസ് എന്ന് പറയുന്ന വകുപ്പിന് ഒരു മന്ത്രിയുണ്ടെന്നും ആ മന്ത്രി ഇങ്ങോട്ടേക്ക് ഈ കുടുംബങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതടക്കമുള്ള സാഹചര്യം ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ രീതിയിൽ വലിയ വിമർശനം സർക്കാരിനെതിരെ ഉയർന്നു. പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ തന്നെ ഫിഷറീസ് മന്ത്രിയായിരുന്നു ഇവിടേക്ക് എത്തേണ്ടിയിരുന്നത്, ആ കുടുംബങ്ങളെ സന്ദർശിക്കേണ്ടിയിരുന്നത്, അവരുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലിലേക്ക് കടക്കേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാകാത്തൊരു സാഹചര്യത്തിലാണ് ലത്തീൻ അതിരൂപതയടക്കം വലിയ തോതിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കാണുവാൻ വേണ്ടി സാധിച്ചത്. വലിയ തോതിലുള്ളൊരു സമരത്തിലേക്ക് സർക്കാരിനെതിരെ നീങ്ങും എന്നുള്ളൊരു മുന്നറിയിപ്പടക്കം അവർ നൽകുകയും ചെയ്തു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ് അവസാന ഘട്ടത്തിൽ ഈ ഫിഷറീസ് മന്ത്രി രംഗത്ത് വരുന്നത്. അതിനു മുൻപ് ആദ്യഘട്ടത്തിൽ മന്ത്രി CP ജോണിനെ ആയിരുന്നു ഒരു ഘട്ടത്തിൽ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി, മത്സ്യത്തൊഴിലാളികളെ ഒന്ന് ശാന്തരാക്കുന്നതിന് വേണ്ടി വിട്ടിരുന്നത് സർക്കാർ എന്നുള്ളതാണ്. പക്ഷേ അതിലൊന്നും തന്നെ മത്സ്യത്തൊഴിലാളികൾ ആ രീതിയിൽ കൃത്യമായ രീതിയിൽ തന്നെ അവർ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ജോണിൻ്റെ മകളടക്കം കൃത്യമായ രീതിയിൽ അവരുടെ ആവശ്യം എന്താണ് എന്നുള്ളത് തുറന്നു പറയുന്ന ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അങ്ങനെ ആ കുടുംബങ്ങളടക്കം സർക്കാരിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഇന്നലെ മത്സ്യത്തൊഴിലാളികളുടെ ആദ്യ ദിനം മുതലുള്ളൊരു ആവശ്യം ആ രീതിയിൽ തന്നെ അത് ഉൾക്കൊള്ളാനെങ്കിലും അത് അല്ലെങ്കിൽ ഫിഷറീസ് മന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് വേണ്ടി തയ്യാറായത് എന്നുള്ള കാര്യമാണ്. പക്ഷേ ഒറ്റയ്ക്ക് ഫിഷറീസ് മന്ത്രി മാത്രമായി ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് വലിയ വിമർശനങ്ങൾ ഉയരുന്നത്. ആഭ്യന്തരമന്ത്രിക്കൊപ്പമായിരുന്നു അദ്ദേഹം എത്തിയതിന് ശേഷം തെരച്ചിലൊക്കെ ഊർജിതമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ആവശ്യം ആ രീതിയിൽ തന്നെ പരിഗണിച്ചുകൊണ്ടുള്ളൊരു തിരച്ചിൽ അതിപ്പോഴും ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ ഉയർത്തുന്നൊരു വിഷയം എന്ന് പറയുന്നത്. ഇനിയെങ്കിലും ആ രീതിയിലുള്ളൊരു തെരച്ചിലിലേക്ക് കൂടി കടന്നാൽ ഒരുപക്ഷെ അവരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗത്തിൽ കണ്ടെത്തുന്നതിന് വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നിലവിലിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവന്തിക. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.